ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു ആണ് കേട്ടോ. ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഈ ഹെൽത്തി ലഡു നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ലഡു തയ്യാറാക്കാനായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രൗണ്ട് നട്ട് എടുത്തിട്ടുണ്ട്, 100-150 ഗ്രാം നമുക്ക് എടുക്കാം. പിസ്തയുണ്ട്, 100 ഗ്രാമോളം പിസ്ത, കാഷ്യൂനട്ട്, ബദാം, ചെറി, കിസ്മിസ്, ഈന്തപ്പഴം നമ്മളൊരു 100-150 ഗ്രാം എടുത്തിട്ടുണ്ട്, കുരുവൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്, മിൽമ ഗീ. ഇനി കറുത്ത എള്ളും വൈറ്റ് കളറിലുള്ള എള്ളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം വേണമെങ്കിൽ മാത്രം ശർക്കര കുറച്ച് ഉരുക്കി നമുക്ക് എടുത്ത് വയ്ക്കാം. മധുരം ചേർക്കാതെയും ഈ ലഡു തയ്യാറാക്കാം. ഇത് കുറച്ച് ബട്ടറാണ്. മധുരം ചേർക്കണമെങ്കിൽ നമ്മളിവിടെ കരിപ്പട്ടി ചക്കരയാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കാണാം. ചൂട് കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഗ്രൗണ്ട് നട്ട് ഒന്ന് വറുത്തെടുക്കാം. പച്ച കപ്പലണ്ടിയാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. ചുമ്മാ ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ അതിൻ്റെ തോലെല്ലാം പൊട്ടി വരുന്നത് കാണാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വറുത്തെടുത്ത് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഓരോ ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ വറുത്തെടുക്കുമ്പോൾ അത് വാങ്ങി വയ്ക്കുമ്പോൾ സെപ്പറേറ്റ് പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം. ഇനി നമ്മൾ അടുത്തതായിട്ട് വറുത്തെടുക്കുന്നത് പിസ്തയാണ്. പിസ്തയുടെ തോല് ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് വേഗം അത് വാങ്ങി വയ്ക്കാം. അങ്ങനെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് വറുത്തെടുക്കാം. ഇനി നമ്മൾ എടുക്കുന്നത് ബദാമാണ്. ബദാമും അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഒട്ടും തന്നെ കരിയാതെ ചൂടാക്കി എടുത്താൽ മതി. എല്ലാം സെപ്പറേറ്റ് പാത്രങ്ങളിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറുത്ത എള്ള് ഞാനിവിടെ 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 100 ഗ്രാമിൻ്റെ വൈറ്റ് എള്ളും 1 പാക്കറ്റ് ചേർക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ ഒന്ന് പൊട്ടി വരും. ആ സമയത്ത് നമുക്ക് വേഗം തന്നെ ഉരുളിയുന്നത് വാങ്ങി വയ്ക്കാം. എള്ളിൻ്റെ ഗുണങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. എള്ളൊക്കെ കഴിക്കുന്നത് നല്ലപോലെ ഹീമോഗ്ലോബിൻ കൂടാനും ബ്ലഡ് വയ്ക്കാനൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് അതേ പാത്രത്തിലോട്ട് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് കാഷ്യൂനട്ട് ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. ഓരോ ഇൻഗ്രീഡിയൻറ്റും ഈക്വലായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ കാഷ്യൂനട്ടും നമ്മളിതാ വറുത്ത് കോരി മറ്റൊരു പാത്രത്തിലോട്ട് വയ്ക്കുന്നുണ്ട്. ഗ്രൗണ്ട് നട്ട് നമ്മളിതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് തിരുമ്മി കൊടുത്താൽ അതിൻ്റെ തോലെല്ലാം പോയി കിട്ടും. അപ്പോൾ ഗ്രൗണ്ട് നട്ടിൻ്റെ തോലെല്ലാം കളഞ്ഞ് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ നെയ്യിൽ തന്നെ ആ കിസ്മിസ് ഒന്ന് നമുക്കൊന്ന് വറുത്ത് കോരി വയ്ക്കാം. നമ്മൾ മധുരത്തിന് ആവശ്യമായത് ഈ കിസ്മിസും അതുപോലെ തന്നെ ഡേറ്റ്സൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ശർക്കര വേണമെങ്കിൽ ചേർത്താൽ മതി, ശർക്കര ചേർക്കാതെ ഉണ്ടാക്കാം. ഇനി നമുക്ക് അതേ പാനിലോട്ട് ഞാൻ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരട്ടെ. ഏകദേശം ഒരു 50 ഗ്രാം ബട്ടറാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. നല്ലപോലെ നെയ്യിൽ ഡേറ്റ്സ് നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ നമുക്ക് ഒന്ന് വെള്ളാംശമൊക്കെ പോയി നല്ലപോലെ ഒന്ന് കുഴഞ്ഞു വരുന്നത് വരെ ഒന്ന് വരട്ടിയെടുക്കാം. ഇപ്പോൾ ഡേറ്റ്സ് നല്ലപോലെ കുഴഞ്ഞ് നമ്മളിത് വരട്ടിയെടുത്തിട്ടുണ്ട്. കപ്പലണ്ടി നമ്മൾ നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കിയെടുത്ത കപ്പലണ്ടിയാണ്. അപ്പോൾ അല്പം തോടൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. പറ്റാവുന്ന രീതിയിൽ നല്ലപോലെ അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് നമുക്കെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. ആദ്യം നമ്മൾ ബദാം ഇട്ട് കൊടുത്തു മിക്സിയുടെ ജാറിലോട്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ തോല് കളഞ്ഞ് വെച്ച കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇനി പിസ്തയുടെ തോലെല്ലാം കളഞ്ഞ് നമുക്കതിൻ്റെ കുരു മാത്രം എടുക്കുക. അതും കൂടി നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിലിട്ട് പൊടിച്ചെടുക്കാം.
ആദ്യം തന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഒരുപാട് ഫൈനായിട്ട് നമ്മൾ പൊടിക്കുന്നില്ല, ചെറിയൊരു തരികളോട് കൂടിയിട്ടാണ് നമ്മൾ ഒരു 1/4 ഭാഗത്തിലാണ് നമ്മൾ പൊടിച്ചെടുക്കുന്നത് കേട്ടോ. ഒത്തിരി പൊടിയായിട്ട് പൊടിച്ചെടുക്കേണ്ടതില്ല, നമുക്കിത് ഉണ്ടയായിട്ട് പിടിക്കാനുള്ളതാണ്. അല്പം ഒരു തരിയോട് കൂടി നമ്മൾ പൊടിച്ചെടുത്ത ആ മിക്സ് നമുക്കൊരു പാത്രത്തിലോട്ട് പകർത്തി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ എള്ള് പൊടിച്ചെടുക്കാം. കറുത്ത എള്ളും വെളുത്ത എള്ളും ആ കൂട്ടത്തിൽ തന്നെ കിസ്മിസും കൂടി ഇട്ടിട്ട് നല്ലപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എള്ളും അതുപോലെ തന്നെ ഫൈനായിട്ട് നമ്മൾ പൊടിക്കുന്നില്ല, ഒരു 1/4 ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മൾ 2-3 വട്ടം ഒന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി നമുക്ക് പൊടിച്ച് വെച്ച ആ പൊടിയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈന്തപ്പഴത്തിലോട്ട് നമ്മൾ ഈ പൊടിച്ച് വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് കുഴച്ച് കൊടുക്കണം. ഈന്തപ്പഴത്തിൻ്റെയും ബട്ടറിൻ്റെയും നെയ്യുടെ എല്ലാം ആ ഒരു നനവ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ട നല്ലപോലെ കുഴച്ച് പിടിക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ചൂടുണ്ട്, ചൂടൊക്കെ ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കതിനെ പിടിക്കാനായിട്ട് വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ശകലം ശർക്കര ഉരുക്കിയ പാനി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ആവശ്യത്തിന് മാത്രം ശകലം ശർക്കര പാനി ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ട ഒന്ന് പിടിച്ചെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ശർക്കര ചേർത്തില്ലെങ്കിലും കുറച്ച് അധികം ഈന്തപ്പഴം നമുക്ക് ചേർക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ മധുരമൊന്നും ചേർക്കാതെ തന്നെ ലഡു നമുക്ക് ഉണ്ടയാക്കി പിടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു 3-4 ടീസ്പൂൺ ശർക്കരപ്പാനി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചൊരു മധുരത്തോടു കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. മധുരം ചേർക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. മധുരം ചേർക്കാതെ തന്നെ ഈന്തപ്പഴത്തിൻ്റെ ആ മധുരം, കിസ്മിസിൻ്റെ മധുരമൊക്കെ മതി. നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് ഈ ലഡു ഉണ്ടാക്കി കഴിക്കാം. നന്നായിട്ട് കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഉണ്ടയാക്കി പിടിച്ചു വയ്ക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ കുഴഞ്ഞ ആ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ കുഴച്ച് ചെറിയ ചെറിയ ഉണ്ടകളാക്കി നമുക്കൊരു പാത്രത്തിലോട്ട് വെക്കാം. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമല്ല, നമുക്ക് പംകിൻ സീഡ്, ലോട്ടസ് സീഡ് ഒക്കെ നമുക്ക് ഇതിനകത്തോടെ വറുത്ത് ചേർക്കാവുന്നതാണ്. കൂടാതെ കോക്കനട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് അതും പൊടിച്ച് അതും കൂടി നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ചേർക്കാവുന്നതാണ് കേട്ടോ. നമ്മളിതിൽ നാളികേരമൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. ഈ രീതിയിൽ നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ കേടുകൂടാതെ സൂക്ഷിച്ച് വെച്ച് കഴിക്കാവുന്നതാണ്. നാളികേരം വറുത്ത് പൊടിച്ച് ചേർത്താൽ ഒരുപക്ഷെ 1-2 ആഴ്ചയൊക്കെ കഴിയുമ്പോൾ ചെറുതായിട്ടത് കേടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിൽ ചേർക്കാതിരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രൈ ഫ്രൂട്ട്സ് ലഡു തയ്യാറായിട്ടുണ്ട്. ഡയറ്റ് എടുക്കുന്നവർക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡു ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി ലഡു ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.